ഹായ് ഓൾ, നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആയിട്ടാണ്. സ്പോഞ്ച് പോലെ ഒരു അപ്പം, അതിൻ്റെ കൂടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ പൊട്ടാറ്റോ മസാല. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അപ്പത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ 1.5 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. പച്ചരി നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്ത് വെച്ചതാണ്. 3-4 മണിക്കൂറൊക്കെ കുതിർത്ത് വെക്കണം. അതിനുശേഷം അതിലെ വെള്ളമൊക്കെ ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒരു തവണയായിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാം. 1.5 കപ്പ് മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ ഒരു തവണ കൊണ്ട് തന്നെ നമുക്കിത് അരച്ചെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. കൂടുതൽ തേങ്ങ ചേർക്കുമ്പോൾ ടേസ്റ്റ് കൂടും. ഇനി നമുക്കിതിലേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. 4-5 ചുവന്നുള്ളിയും പിന്നെ 3 അല്ലി വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെയൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് അരച്ചെടുക്കാം. സ്പോഞ്ച് അപ്പത്തിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ രാത്രിയൊക്കെയാണ് ബാറ്ററി റെഡിയാക്കുന്നതെങ്കിൽ ഓവർനൈറ്റ് വെച്ചിട്ട് രാവിലെ നമുക്കിത് റെഡിയാക്കിയെടുക്കാം. അപ്പം അല്ലെങ്കിൽ 4-5 മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിതിപ്പോൾ രാവിലെയാണ് തുറന്ന് നോക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം തന്നെ അപ്പം റെഡിയാക്കി തുടങ്ങാം. പാന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു തവി ബാറ്റർ കോരി ഒഴിച്ചു കൊടുക്കാം. പരത്തിയെടുക്കൊന്നും വേണ്ട കേട്ടോ. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചുകൊണ്ട് കുക്ക് ചെയ്തെടുക്കാം. അധികം സമയമൊന്നും എടുക്കാതെ തന്നെ ഇത് വേഗം കുക്കായിട്ട് കിട്ടും. മീഡിയം ഫ്ലെയിമിലാണ് ഇടേണ്ടത്. ഇപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നിറച്ചും ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിത് എടുത്ത് വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം, എന്നിട്ട് കുക്ക് ചെയ്യാം. അടച്ച് വെക്കാതെ തന്നെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്പോഞ്ച് അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കിയെടുക്കാം. സ്പോഞ്ച് അപ്പം അങ്ങനെ നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. സാധാരണ അപ്പത്തിൻ്റെ കൂടെ മുട്ടക്കറി, വെജിറ്റബിൾ സ്റ്റ്യൂ അങ്ങനെയൊക്കെയാണ് കോമ്പിനേഷൻ വരുന്നത്. എന്നാൽ ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് പൊട്ടാറ്റോ മസാലയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വേഗം നോക്കാം എങ്ങനെയാണ് ഈ പൊട്ടാറ്റോ മസാല തയ്യാറാക്കുന്നത്. ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. എത്ര വേണമെങ്കിലും എടുക്കാം. ഇത് വലിയ സൈസ് ആയതുകൊണ്ട് 2 എടുത്തുന്നേ ഉള്ളൂ. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു സൈസിലാണ് ഞാൻ കഷ്ണങ്ങളാക്കിയിട്ടുള്ളത്. ഇതിലും ചെറുതായിട്ട് വേണമെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഉപ്പ് ചേർത്തിട്ടാണ് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തത്. എന്നാലും ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ ജീരകപ്പൊടി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ജീരകപ്പൊടി ചേർക്കാം. അതുപോലെ 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കണം. പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിയില ഇഷ്ടം പോലെ ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സ്പൂണ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങിലേക്ക് എല്ലാ പൊടികളും ഒന്ന് നന്നായിട്ട് കോട്ട് ചെയ്യണം. അപ്പോൾ നല്ല രീതിയിൽ നമുക്കൊന്നിത് മിക്സ് ചെയ്യാം. അങ്ങനെ ഉരുളക്കിഴങ്ങിലേക്ക് ഈ പൊടികളൊക്കെ മിക്സായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ടൈം ഇല്ലെങ്കിൽ നമുക്ക് വേഗം തന്നെ തയ്യാറാക്കി എടുക്കാം. 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ സാധാരണ ജീരകം, ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. കായം ചേർത്ത് കൊടുക്കണം 1 ടീസ്പൂൺ.
കായത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ 1 ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാവും. എന്നാലും കായം ഒഴിവാക്കാൻ പാടില്ല. കായത്തിൻ്റെ ഫ്ലേവർ ഈ ഒരു മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 തണ്ട് കറിവേപ്പില ചേർക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഒന്ന് കൈകൊണ്ട് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. പിന്നെ ഇതുപോലെ ഈ ഒരു സൈസിൽ കട്ട് ചെയ്യണമെന്നില്ല, ഇതിലും ചെറുതായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. പക്ഷേ നമ്മളിങ്ങനെ ഇളക്കി യോജിപ്പിക്കും ഉടഞ്ഞു പോകാൻ പാടില്ല. ഉടഞ്ഞു പോവാതെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കുറച്ചുകൂടെ മല്ലിയില ചേർത്ത് കൊടുക്കാം. ഈ ഒരു മസാലയ്ക്ക് മല്ലിയില, കായം, കസൂരി മേത്തി ഇതൊക്കെയാണ് ടേസ്റ്റ് കൂട്ടുന്നത്. അപ്പോൾ കഴിയുന്നതും സ്കിപ്പ് ചെയ്യാതെ എല്ലാം തന്നെ ചേർത്തിട്ട് തന്നെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് ചെറുതായിട്ട് മൊരിച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് ഓൾറെഡി കുക്കാണല്ലോ, അപ്പോൾ ഈ പൊടികളുടെയൊക്കെ ഒരു റോ സ്മെല്ല്, ആ റോ ടേസ്റ്റ് കൂടി ഒന്ന് മാറണം. അപ്പോൾ അതുവരെ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് സവാള, തക്കാളി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ പൊട്ടറ്റോ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കോംബോ, സ്പോഞ്ച് അപ്പവും പൊട്ടറ്റോ മസാലയും? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുകയും വേണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്